Hi dear Muggles, welcome back. It's me Aslam. Welcome to my chemistry class. Muggles, നിങ്ങൾ ഫസ്റ്റ് ആയിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. Today our discussion topic is valency. What is valency? Valency is how many electrons lost, how many electrons gained and how many electrons shared. എടാ എത്ര ഇലക്ട്രോൺസിനെ ലോസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ how many electrons gained. എന്താ മക്കളെ gained എന്ന് പറയുമ്പോൾ അക്സെപ്റ്റ്, എത്രണ്ണം വാങ്ങി, അല്ലെങ്കിൽ ഷെയർഡ്, എത്രണ്ണം പങ്കുവെച്ചു. അപ്പൊ എത്ര ഇലക്ട്രോൺ കൊടുത്തു, എത്ര ഇലക്ട്രോൺ വാങ്ങി, എത്ര ഇലക്ട്രോൺ ഷെയർ ചെയ്തു, ഇതിനൊക്കെ നമുക്ക് ഒറ്റ പേര് എന്താ മക്കളെ? വാലൻസി. വാട്ട് ഈസ് വാലൻസി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് മക്കൾ പഠിച്ചു വെക്കുക. ഹൗ മെനി ഇലക്ട്രോൺസ് ഡൊണേറ്റ് അല്ലെങ്കിൽ ലോസ്റ്റ് ഓർ ഗെയിൻ ഓർ ഷെയർ, ഓൾ നമ്പേഴ്സ് ആർ കോൾഡ് വാലൻസി. ആ എല്ലാ നമ്പേഴ്സിനും നമുക്ക് വാലൻസി എന്ന് വിളിക്കാം. എങ്ങനെ നമുക്ക് വാലൻസി കണ്ടെത്താൻ നോക്കാം. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. എക്സാമിന് ഇതുപോലെ എക്സാമ്പിൾസ് തന്നാൽ നമുക്കൊക്കെ എഴുതാൻ കിട്ടണം. എടാ സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 11 ആണ്. അപ്പൊ സോ ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് 281. 281 എന്നാണ്. അപ്പോ ലാസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് മക്കൾസോ? 1 ഇലക്ട്രോൺ ആണ്. അപ്പൊ ആ ഒരു ഇലക്ട്രോൺ ആണ് അവൻ കൊടുക്കാൻ നിൽക്കുക. അപ്പൊ ആ ഒരു ഇലക്ട്രോൺ കൊടുത്തു കഴിഞ്ഞാൽ അവന് ഒക്ടറ്റ് ആവാം. ഒക്ടറ്റ് എന്ന് പറഞ്ഞാൽ അവസാനം എന്താ അവിടെ? 8 ആവാം. 8 വന്നാൽ സ്റ്റേബിൾ ആയി. ഓക്കെ, അതെന്നെ മക്കൾ പഠിച്ചതാ. അപ്പൊ ഈ ലാസ്റ്റ് ഉള്ള 1 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും. ആ ഒരു ഇലക്ട്രോൺ ആണ് അവന്റെ വാലൻസി. സോ സോഡിയത്തിന്റെ വാലൻസി എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കൾസ്? 1 ആണ്. സോ മഗ്നീഷ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ 282 എന്നാണ്. സോ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് മക്കൾസ്? 2 ആണ്. ആ 2 അവൻ ഡൊണേറ്റ് ആണ്. ആ 2 അവിടെ നിന്ന് പോയാൽ അവസാനം വന്നത് 8 ആണ്. സോ മഗ്നീഷ്യം വാലൻസി ഈസ് 2. ഓക്കെ, സോ അലൂമിനിയം വാലൻസി ഒന്ന് പറഞ്ഞേടാ. അലൂമിനിയത്തിന്റെ ഒന്ന് പറഞ്ഞേടാ. അലൂമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ 13 ആയതുകൊണ്ട് 283 എന്നാണ്. അവന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്രയാണ് മക്കളെ വന്നിട്ടുള്ളത്? 3 ആണ്. അപ്പൊ 3 അവൻ കൊടുക്കുകയാണ്. സോ അവന്റെ അലൂമിനിയത്തിന്റെ വാലൻസി എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കൾ? 3 ആണ്. അപ്പോ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 വന്നാൽ അതാണ് അവന്റെ വാലൻസി. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 വന്നാൽ അതാണ് അവന്റെ വാലൻസി. ഔട്ടർ മോസ്റ്റ് സെല്ലിൽ 3 വന്നാലോ അവന്റെ വാലൻസി 3 ആണ്. എന്നാ എന്റെ മക്കൾസ് പറഞ്ഞ സിലിക്കൺ 14 ഒന്ന് പറഞ്ഞേടാ. 284 എന്നാണ്. 284 എന്ന് പറഞ്ഞാൽ അവന്റെ ഔട്ടർ മോസ്റ്റ് സെല്ലിൽ 4 ആണ്. ഈ 4നെ ഓൺ എന്ത് ചെയ്യാം? ഷെയർ ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാടാ? വാലൻസി ഒക്ടറ്റ് ആവാൻ വേണ്ടിയിട്ട്. എന്നാ മക്കളെ ഫോസ്ഫറസ് ഒന്ന് പറഞ്ഞേടാ. ഫോസ്ഫറസ് എന്ന് പറഞ്ഞാൽ 285 എന്നാണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 വന്നാൽ മക്കൾക്കറിയാം അവിടെ 5ന് ഒക്ടറ്റ് ആവാൻ എത്ര ഇലക്ട്രോണിനെ വേണം? 3 ഇലക്ട്രോണിനെ വേണം. 3 ഇലക്ട്രോണിനെ ഇങ്ങോട്ട് വേണം, കൊടുക്കല്ല, ഇങ്ങോട്ട് വേണം. ഗെയിൻ ചെയ്യുകയാണ്. അപ്പൊ 3 ഇലക്ട്രോൺസിനെ വലിച്ചെടുത്താൽ ഈ 5 എന്നുള്ളത് എന്താവടാ? 8 ആയിട്ട് മാറും. അപ്പൊ അവൻ 3 ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുകയാണ്. അപ്പൊ അവന്റെ വാലൻസി എന്ന് പറഞ്ഞാൽ 3 ആണ്. ചില മക്കൾസ് ലാസ്റ്റ് 5 കണ്ടാണ്ട് 5 ആണ് വാലൻസി എന്ന് പറയും. 5 അല്ല, അവൻ എത്രണ്ണം വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. മക്കൾ പഠിച്ചു വെക്കുക. സ്മോളസ്റ്റ് നമ്പറൊക്കെ ഡൊണേറ്റ് ചെയ്യാണ് ചെയ്യുക. ലാർജസ്റ്റ് നമ്പറൊക്കെ എന്ത് ചെയ്യാണ്? അക്സെപ്റ്റ് ചെയ്യുക. അതും 4ന് ശേഷം. 4ന് മുമ്പുള്ള 1 2 3 ഒക്കെ എന്താണ്? ഡൊണേറ്റ് ആണ്. അതാണ് അവരുടെ വാലൻസി. ആഫ്റ്റർ 4ന് ശേഷമുള്ളത് എന്താണ്? 5ന് ശേഷം. 5നെ ഒക്ടറ്റ് ആവാൻ എത്ര വേണം? 3 ആണ്. എന്നാൽ മക്കൾ പറഞ്ഞ സൾഫർ 286 എന്നാണ്. 6ന് ഒക്ടറ്റ് ആവാൻ എത്ര ഇലക്ട്രോൺസ് വേണം? 2 ആണ്. അപ്പൊ 6 ലാസ്റ്റ് ഔട്ടർ മോസ്റ്റിൽ 2 ആണ് ആവശ്യമുള്ളത്. അപ്പൊ 2 ആണ് അവന്റെ വാലൻസി. ക്ലോറിൻ 17 ആണ് മക്കളെ. അത് നെക്സ്റ്റ് ഇതിലാക്കി ചെയ്ത് ക്ലോറിൻ 17 ആണ്. 17 ആവുമ്പോ 287 എന്നാണ്. മക്കൾ ഈ 7 ഒക്ടറ്റ് ആവാൻ അവൻ കൊടുക്കുകയാണോ? അല്ല, അവൻ വാങ്ങുകയാണ്. എത്ര ഇലക്ട്രോൺസ് മക്കൾസ്? 1 ആണ്. അപ്പൊ 1 ആണ് അവന്റെ വാലൻസി. സോ മക്കൾസ് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. മക്കൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ എന്താവാൻ വേണ്ടിയിട്ടാണ് മക്കളെ? സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടാണ്, സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതെന്റെ മക്കൾസൂന് മനസ്സിൽ വരണം. അപ്പൊ ഒന്ന് പറഞ്ഞേടാ. 1 2 3 4 5 6 7 ടോട്ടൽ നമുക്ക് 8 വരെയാണ്. പക്ഷെ 8 ആകുമ്പോൾ ഒക്ടറ്റ് ആവേണ്ട ആവശ്യമില്ല. എടാ മക്കളെ പഠിച്ചു വെച്ചോ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 വന്നാൽ 1 ആണ് അവന്റെ വാലൻസി. കണ്ടില്ലേ? 1. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 വന്നാൽ അവന്റെ വാലൻസി എത്രയാണ് മക്കളെ? 2 ആണ്. ഓക്കെ, കണ്ടില്ലേ? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 വന്നാൽ അവന്റെ വാലൻസി എത്രയാണ്? 3 ആണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 വന്നാൽ 4 ആണ്. ഇവിടെ വരെ ഉള്ളതാണ് മക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഉള്ളവരൊക്കെ കൊടുക്കുകയാണ്. എന്നാൽ ഇവിടെ ഉള്ളവരൊക്കെ എന്താണ്? വാങ്ങാണ്. എടാ 5 ഒക്ടറ്റ് ആവാൻ എത്ര ഇലക്ട്രോൺസ് വേണടാ? 3 ആണ്. അപ്പൊ 3 ആണ് അവന്റെ വാലൻസി. 5 വന്നാൽ എന്താണ് മക്കളെ? 3 ആണ്. എന്നെ മക്കൾ പറഞ്ഞ 6 ഒക്ടറ്റ് ആവാൻ എത്രണ്ണം അക്സെപ്റ്റ് ചെയ്യണം? 2 എണ്ണമാണ്. അപ്പൊ അവന്റെ വാലൻസി എത്രയാണ് മക്കളെ? 2 ആണ്. എന്ന മക്കൾ പറഞ്ഞ 7 ഒക്ടറ്റ് ആവാൻ എത്ര ഇലക്ട്രോൺ
ഇലക്ട്രോൺസ് വേണം, 1 ആണ്. അപ്പൊ അവന്റെ വാലൻസി 1 ആണ്. 8 ആണെങ്കിൽ ഒന്നും വേണ്ട, 0 ആണ്. അപ്പൊ ഇങ്ങനെയാണ് വാലൻസി ഫൈൻഡ് ചെയ്യുക. അപ്പൊ എന്റെ മക്കൾ പഠിച്ചു വെച്ചേ, 4ന്റെ അടിക്കാണെങ്കിൽ അവരൊക്കെ കൊടുക്കണോലാണ്, 4ന്റെ മുകളിലോട്ടാണെങ്കിൽ അവരൊക്കെ വാങ്ങണോലാണ്. സോ മക്കൾ മനസ്സിലാക്കുക, ഇവിടെ ഉള്ളവരൊക്കെ ലോസ്റ്റ് ചെയ്യണോലാണ്, കൊടുക്കണോലാണ്. ആഫ്റ്റർ 4 ഉള്ളവരൊക്കെ അക്സെപ്റ്റ് ചെയ്യണോലാണ്, ഇലക്ട്രോൺസിനെ വാങ്ങുന്നവരാണ്, അക്സെപ്റ്റ് ചെയ്യുന്നവരാണ്. അങ്ങനെയാണ് ഈ മക്കൾസ് ഈ മഗ്നീഷ്യത്തിന്റെ വാലൻസിയും ഓക്സിജന്റെ വാലൻസിയും ഒന്ന് കണ്ടെത്തുക. കമന്റിൽ എന്ത് ചെയ്യാം. അപ്പൊ ഇതിന്റെ ആൻസർ മക്കൾ എന്ത് ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക. മറക്കണ്ട, ഇതുപോലുള്ള ക്ലാസ്സുകളും ട്രിക്കുകളും എല്ലാം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളെ സൂപ്പർ ബാച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് സൂപ്പർ ബാച്ച് എന്ത് ചെയ്യുന്നുണ്ട്, സെറ്റാക്കി പോകുന്നുണ്ട്. സോ ജോയിൻ ചെയ്യാനുള്ളവർ അടിയിൽ അതിന്റെ ഫോം ഉണ്ട്, മക്കൾ ഫില്ല് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സൂപ്പർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക, സെറ്റാക്കുക, കൂടെയുണ്ട്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.